ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഹലോ ഗൈസ്, ഇന്നപ്പോ വീട്ടിലെ ഇളയ കുട്ടികൾക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ ഒരു സൂത്രം നിങ്ങളെ കാണിക്കാം. ഇത് കണ്ടോ ഗൈസ് നിങ്ങള്? 5 കട്ടൊക്കെ ഉണ്ട്. ഇനി ഇതിന്റെ ഉള്ളിൽ എന്താ നിങ്ങൾക്ക് കാണണ്ടേ? ഇപ്പൊ കാണിച്ചു തരാട്ടോ. പല പോസിലുള്ള എന്റെ ചേച്ചിപ്പണ്ണിനെയാണ് നിങ്ങൾ ഈ കാണുന്നത്. നോക്ക് നോക്ക്, ഇതൊക്കെ അപ്പടി പോയി എങ്കിലും ഇഷ്ടംപോലെ ഫോട്ടോ ഉണ്ടാകും. ഇനിയുണ്ട് കാട്ടിത്തരാ. കണ്ടില്ലേ ഗൈസ്, ഇത് കൂട്ട് വേറെ ആൽബംസും ഉണ്ട്. എല്ലാത്തിലും ഒരേ മുഖം തന്നെ. ഇതിലൊന്നും എന്നെ കണ്ടില്ലല്ലോ. ഞാനും ഉണ്ട്, കാട്ടിത്തരാ. ആകപ്പാടെ എന്റെ ഉണ്ടായിരുന്ന ഫോട്ടോ ഇതാണ്. ദാ അത് ഈ കൊലത്തിലും ആയി. ഞാൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ ചോദിച്ചപ്പോ അവരുടെ കഥ എന്താണെന്നറിയണോ? ഇപ്പൊ കഴിച്ചു. ഞാൻ ഒരു കാര്യം ചോദിക്കാനാ വന്നേ. എന്തുകൊണ്ട് ആൽബത്തിൽ എന്റെ ഫോട്ടോ ഇല്ല? ആൽബത്തിൽ നിന്റെ ഫോട്ടോ ഉണ്ടല്ലോ. ഫോട്ടോ എവിടെയുണ്ട്? നിന്റെ ഫോട്ടോ എടുക്കാനല്ലേ ക്യാമറ. ഞാൻ എപ്പോഴൊക്കെ അമ്മയോടും അച്ഛയോടും എന്റെ ഫോട്ടോ എന്താ ആൽബത്തിലൊന്നും ഇല്ലാത്തേ ചോദിക്കുമ്പോഴും അവര് പറയുന്ന ഒരു റീസൺ ആണ്, അന്നത്തെ കാലത്ത് ക്യാമറ ഇല്ലായിരുന്നു എന്ന്. ചേച്ചി ജനിച്ചു കഴിഞ്ഞാണല്ലോ ഞാൻ ഉണ്ടായത്. പിന്നെ ക്യാമറ ഇല്ലാത്ത അത് ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. ആ കാലഘട്ടത്തിൽ ക്യാമറ ഇല്ല. ക്യാമറ അങ്ങനല്ല. അച്ഛ ആദ്യം ഗൾഫിന് പോയിട്ട് വന്നപ്പം അന്ന് പൂജമ്മ കുഞ്ഞ, അവള് 1.5 വയസ്സേ ഉള്ളൂ. അപ്പൊ അച്ഛ ഒരു ക്യാമറയും കൊണ്ടാ വന്നേ. അപ്പൊ ഇഷ്ടം പോലെ ഫോട്ടോ എടുത്ത് അച്ഛ അത് അവിടെ കൊണ്ടുപോയി ആൽബം ആക്കി കൊണ്ടുവന്നു. നിന്റെ ഇതായപ്പോ ആ ക്യാമറ അങ്ങ് പോവുകയും ചെയ്തു. നീ പിന്നെ എത്ര വർഷം കഴിഞ്ഞാ ഉണ്ടായേ? അന്നേരപ്പോഴത്തേക്കിനും ഈ ഫോണായി. എല്ലാരും ഫോണിലുള്ള ഫോട്ടോ എടുത്തേ ഉള്ളൂ. ക്യാമറ അയക്കാത്ത ഫോട്ടോ എടുക്കുന്നില്ല, ആൽബം ആക്കുന്നില്ല. അതുകൊണ്ട് ഇതെല്ലാം പെൺഡ്രൈവിനകത്ത് അച്ഛനെ ഫോൺ എടുത്ത് നോക്കാം. അപ്പൊ അറിയാം ആളുടെ ഫോട്ടോ ആണ് ഇപ്പൊ ഉള്ളതെന്ന്. നിന്റെ ഫോട്ടോയേ ഉള്ളൂ. നമ്മളെ ഒന്നും ആർക്കും വേണ്ട. റോക്കിച്ചോ ഒന്ന് ബോഡി ഇത് എണ്ണീച്ചിട്ട് ഇപ്പൊ മനസ്സിലായില്ല നിന്നെ എടുത്തു വളർത്തി. കണ്ടോ ഗൈസ്, എനിക്കിപ്പോ ശരിക്കും സംശയമുണ്ട് ഇവരുടെ മോളാണോ അതോ എന്നെ എടുത്തു വളർത്തിയതാണ്. ഒന്നും പറയട്ടെ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. കണ്ടോ, പൊന്നോമനായ ഒരു മോളും ഒരു തള്ളെ വന്നേക്കുവാ. അപ്പളേ നിങ്ങളുടെ വീട്ടിലെ ഇളയ മക്കളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണോ? ആണെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കോട്ടോ. അപ്പൊക്ക് ബൈ.